ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ IMDR നടത്തിയ സർവേയുടെ ഫലപ്രഖ്യാപനം തത്സമയം. ബാക്കിയുള്ളവർ സർവേയിൽ പ്രൊഫൈലിൽ പറയുന്നു എത്രത്തോളം ഉണ്ടാകും മറ്റ് ഏജ് ഗ്രൂപ്പിലുണ്ട്. വ്യാപാര മേഖലയിൽ നിന്നും 23%, 22.9%, മാസ വരുമാനമുള്ളവർ 18.3%. ഇതുകൂടാതെ പെൻഷനേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെയും പെർസെൻറ്റേജ് പ്രത്യേകിച്ച് പറഞ്ഞു. പുരുഷന്മാർ 58.8 എന്ന് പറഞ്ഞാൽ 59% പുരുഷന്മാർ, 41%. വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് IMDR സർവേ ഫലം പുറത്തുവിടുന്നത്. റിസൾട്ടിലേക്ക് ഉടൻ എത്തിച്ചേരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം അടക്കമുള്ള വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് IMDR സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലെ 1400 വോട്ടർമാരെ സമീപിച്ച ശേഷം തയ്യാറാക്കിയ സർവേ ഫലമാണ് IMDR പുറത്തുവിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് റിസർച്ച് സെന്റർ നടത്തിയ സർവേയുടെ ഫലപ്രഖ്യാപനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. LDFന് അനുകൂലമായി 32.3%, NDAക്ക് അത് അനുകൂലമായി 31% UDFന്. ഏകദേശം എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് നിൽക്കുന്നത്. വലിയ വ്യത്യാസമില്ലാതെയാണ് നിൽക്കുന്നത്. 34 LDF, 32.3 NDA, 31 UDF. ഇങ്ങനെ നിൽക്കുന്നതാണ്. 1.9% പ്രതികരിക്കുന്നില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഡയറക്റ്റായിട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഇതിൻ്റെ സർവേയുടെ റിസൾട്ട്സ് ഇത് ഞാൻ ഹൈലൈറ്റ്സ് ആണ് പറഞ്ഞത്. സർവേയുടെ റിസൾട്ട്സ് 8 ടേബിളായിട്ട് അതിൻ്റെ പ്രൊഫൈല്, അതുപോലെ തന്നെ റൂറൽ അർബൻ തിരിച്ചറിയൽ ഡേറ്റ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള അസസ്മെൻറ്റിൽ ഓരോ ഫാക്ടറിലും അവർ രേഖപ്പെടുത്തിയ ഡേറ്റ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറ്റി, നിലവിലുള്ള MPയെ പറ്റി, അതുപോലെ വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ റിലീജിയസ് ഹാർമോണി ആയിട്ടും അതുപോലെ ഡയറക്റ്റായിട്ടുള്ള ചോദ്യത്തിൻ്റെ ഡേറ്റ കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തരാൻ ഉദ്ദേശിച്ചു. ഇതാണ് ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട്സ്. എന്തായാലും വളരെ പേഷ്യൻസോടുകൂടി നിങ്ങൾ കേട്ടിരുന്നു. അതിന് വളരെ സന്തോഷം. നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ക്വറീസ് ചോദിക്കാം. നമുക്ക് അത് പറയാം. താങ്ക് യു വെരി മച്ച്. സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് IMDR തയ്യാറാക്കിയ അഭിപ്രായ സർവേയുടെ ഫലം പുറത്ത്. തിരുവനന്തപുരത്ത് LDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അഭിപ്രായ സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7 നിയോജക മണ്ഡലങ്ങളിലെ 1400 വോട്ടർമാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് റിസൾട്ടിലേക്ക് IMDR എത്തിയത്. തിരുവനന്തപുരത്ത് LDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് അഭിപ്രായ സർവേയിൽ ഫലം പുറത്തു വന്നിരിക്കുന്നത്. വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഫലം പുറത്തു വന്നത്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം, ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സ്വാധീനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വാധീനം, ഒപ്പം തന്നെ മതപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ, വികസനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് ഇപ്പോൾ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. അല്പം മുമ്പാണ് തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് സെന്റർ ആണ് ഈ അഭിപ്രായ സർവേ നടത്തി ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് LDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, തിരുവനന്തപുരത്ത് LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഫലം പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് സർവേയിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ഫലങ്ങൾ? ഏതൊക്കെയാണ് മറ്റു വിവരങ്ങൾ? എന്തൊക്കെയാണ്? ലോകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ആണ് സർവേ നടത്തിയത്. ഏപ്രിൽ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് സർവേ നടത്തിയത്. 7 മണ്ഡലങ്ങളിൽ നിന്നായി 1400 പേരിൽ നിന്നുമാണ് സാമ്പിൾ സർവേ സ്വീകരിച്ചത്. LDFന് മുൻതൂക്കം. LDFന് 34.8% വോട്ട് ലഭിക്കും. LDF തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF ദിവാകരൻ വിജയിക്കും എന്നാണ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. NDA 2ാം സ്ഥാനത്തെത്തുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. 32.3% വോട്ടാണ് NDAക്ക് ലഭിക്കുക. UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും സർവേ ഫലം പ്രവചിക്കുന്നു. 31% വോട്ടാണ് UDFിൽ ലഭിക്കുക എന്നുമാണ് സർവേ പ്രവചിക്കുന്നത്. 1.9% പേർ സ്വീകരിക്കുന്നില്ല എന്നും രേഖപ്പെടുത്തുകയുണ്ടായി. വിവിധ വിഷയങ്ങൾ വോട്ടർമാർക്ക് കൊടുത്തുകൊണ്ടാണ് സമഗ്രമായ ഒരു സർവേയാണ്
ഇവർ നടത്തിയത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി 1400 വോട്ടർമാരിൽ നിന്നുമാണ് അഭിപ്രായം സ്വീകരിച്ചത്. അതിൽ 1400 പേരുടെ അഭിപ്രായത്തിൽ നിന്നും 1200 പൂർണ്ണമായ പ്രതികരണം ലഭിക്കുകയുണ്ടായി എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. 51.8% ഗ്രാമീണ മേഖലയും 48.2% പട്ടണ പ്രദേശത്തുള്ളവരെയുമാണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തിയത്. സർവേയിൽ ഉൾപ്പെട്ടവരുടെ പ്രായം എന്ന് പറയുന്നത് 22 മുതൽ 39 വരെ ഉള്ളവർ 37.8%, 40 മുതൽ 59 വരെ പ്രായത്തിലുള്ളവർ 32%. വ്യാപാര മേഖലയിൽ നിന്നും 22.9% പേരെയും ഉൾപ്പെടുത്തിയുണ്ടായി. 58.8% പേർ പുരുഷന്മാരും സ്ത്രീകൾ 41.2% പേർ സ്ത്രീകളുമാണ് ഇതിൽ ഉൾപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തലിൽ മികച്ചതാണ് എന്നാണ് പ്രതികരണം ലഭിച്ചത് എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കില്ല എന്നാണ് ഭൂരിപക്ഷം പേരും രേഖപ്പെടുത്തിയത് എന്നും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വികസനമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമെന്ന് 38% പേർ രേഖപ്പെടുത്തിയതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. മതസൗഹാർദ്ദം വേണമെന്ന് 87.6% പേരും രേഖപ്പെടുത്തി. 34.8% പേർ LDF-ന് അനുകൂലമായും 32.3% പേർ NDA-ക്ക് അനുകൂലമായും 31% UDF-ന് അനുകൂലമായും ആണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നും ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള MP-യുടെ പ്രവർത്തനം മോശമാണെന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഹൈക്കോടതി ബെഞ്ച് ആവശ്യത്തിന്റെ ഇടപെടൽ 60% മോശമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിൽ 62% പേർ നിലവിലെ MP-യുടെ പ്രവർത്തനം മോശമാണെന്ന് രേഖപ്പെടുത്തി. ഓഖി ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് MP-യുടെ പ്രവർത്തനം മോശമാണെന്ന് 57% പേർ രേഖപ്പെടുത്തി. പൊതുവിലുള്ള MP-യുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ 36.5% പേർ ശരാശരി എന്നും 33.3% പേർ മോശം എന്നുമാണ് രേഖപ്പെടുത്തിയത്. കേന്ദ്രത്തിൽ ഭരണ തുടർച്ച വേണമെന്ന് അഭിപ്രായപ്പെട്ടത് കേവലം 22% മാത്രമാണ് എന്ന വസ്തുത കൂടി ഈ സർവേയിൽ വ്യക്തമാകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തലിൽ 80.7% പേർ മോശം അഭിപ്രായം ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും സർവേയിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആണ് 1400 പേരിൽ നിന്നുള്ള സാമ്പിൾ സർവേ, അത് വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത്തരത്തിൽ LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ വിജയിക്കും എന്ന് വ്യക്തമാകുന്നത്. 34.8% പേരാണ് LDF-ന് അനുകൂലമായി ഈ സർവേയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. NDA 32.3%, UDF 31% ആണ് ലഭിച്ചത്. ഈ അടിസ്ഥാനത്തിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുമാണ് ഈ സർവേയിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് MDR നടത്തിയ അഭിപ്രായ സർവേയിൽ LDF മുന്നിൽ എത്തും എന്നുള്ള വിവരങ്ങളാണ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. കെ.ജി. ദിനകർ, വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഈ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. UDF-ന്റെ സിറ്റിംഗ് MP-യുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടിരുന്നു. UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുള്ള റിസൾട്ട് കൂടിയാണ് വരുന്നത്. ഇക്കാര്യങ്ങളെ എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ കഴിയുക? തീർച്ചയായും ലോകത്ത് MP-യുടെ പ്രവർത്തനങ്ങൾ കൂടി ഈ സർവേയുടെ ഭാഗമായി വോട്ടർമാരോട് അഭിപ്രായം തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്, ഈ സർവേ പുറത്തു വന്നിരിക്കുന്നത്, അതിന്റെ ഫലം പുറത്തു വന്നിരിക്കുന്നത്. അതായത് നിലവിലുള്ള MP-യുടെ പ്രവർത്തനം മോശമാണെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഹൈക്കോടതി ബെഞ്ച്, വിമാനത്താവള സ്വകാര്യവൽക്കരണം, ഓഖി ദുരിതാശ്വാസം, പൊതുവിലുള്ള MP-യുടെ പ്രവർത്തനം എന്നീ 4 മേഖലകളിലായി തിരിച്ചുകൊണ്ടായിരുന്നു MP-യുടെ പ്രവർത്തനത്തെ വിലയിരുത്തിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹൈക്കോടതി ബെഞ്ച് ആവശ്യത്തിന്റെ ഇടപെടൽ MP-യുടെ കാര്യത്തിൽ 60% പേർ മോശം എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിൽ MP-യുടെ ഇടപെടൽ മോശമാണ് എന്ന് 62% പേരും, ഓഖി ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് MP-യുടെ പ്രവർത്തനം മോശമാണെന്ന് 57% പേരും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം പൊതുവിലുള്ള MP-യുടെ പ്രവർത്തനം, ശശി തരൂരിന്റെ പ്രവർത്തനം വിലയിരുത്തലിൽ 36.5% പേർ ശരാശരി എന്നും 33.3% പേർ മോശമാണ് എന്നുമാണ് രേഖപ്പെടുത്തിയത്. കേവലം 30% പേർ മാത്രമാണ് MP-യുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ് എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ LDF സർക്കാർ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നും റിപ്പോർട്ടിൽ ഈ അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിൽ
46.7%, ക്രമസമാധാന രംഗത്ത് 43.4% പേരും മോശമാണ് എന്ന് രേഖപ്പെടുത്തി. എന്നാൽ സാമൂഹിക സുരക്ഷ, വികസന പ്രവർത്തനം, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയവയിൽ വളരെ മികച്ചത് എന്നാണ് സർവേയിൽ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കില്ല എന്ന് ഭൂരിപക്ഷം പേരും രേഖപ്പെടുത്തുകയുണ്ടായി. വികസനമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമെന്ന് 38% പേരും രേഖപ്പെടുത്തിയെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനവും ഈ സർവേയിൽ ചോദ്യമായി ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തിയപ്പോൾ 80.7% പേർ മോശം അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. കേന്ദ്രത്തിൽ ഭരണ തുടർച്ച വേണമെന്ന് അഭിപ്രായപ്പെട്ടത് കേവലം 22.9% മാത്രമാണ്. ആ പശ്ചാത്തലത്തിലാണ് LDFന് ഒരു മികച്ച വിജയം. അതായത് ത്രികോണ മത്സരം ആയിരിക്കുന്ന ഈ മണ്ഡലത്തിൽ LDFന് ഏതാണ്ട് മികച്ച വിജയം തന്നെയാണ് ഈ സർവേയിലൂടെ പ്രവചിക്കുന്നത്. അത് 34.8% പേരാണ് LDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. NDAക്ക് അനുകൂലമായി 32.3% പേരും 31% പേർ UDFന് അനുകൂലമായും വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് LDFന് താരതമ്യേന മികച്ച വിജയം മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് ഈ സർവേയിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ, അധ്യാപകർ ഉൾപ്പെടെ ഡോക്ടർ, PhDക്കാർ ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ സർവേയിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ സർവേക്ക് നേതൃത്വം നൽകിയത് എന്ന വസ്തുത കൂടിയുണ്ട്. വിവിധ രംഗങ്ങളിൽ മികച്ച സേവനം നൽകിയ വ്യക്തിത്വങ്ങളാണ് ഈ സർവേക്ക് നേതൃത്വം നൽകിയത് എന്ന വസ്തുത കൂടി വിലയിരുത്തുമ്പോൾ ഈ സർവേ വളരെ ആധികാരികമാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അത് തന്നെയാണ്, വിദഗ്ധർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പരിശോധിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ സർവേയിൽ പങ്കെടുത്തവരിൽ യുവാക്കളുണ്ട്, പുതിയ വോട്ടർമാരുണ്ട്, സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ഏറെ നിർണായകമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. NDA അടക്കം ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടെ NDA 2ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ, യുവാക്കളുടെ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഏത് നിലയിലാണ് ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്? ഡോക്ടർ KS ചന്ദ്രശേഖർ, കേരള സർവകലാശാല ഡീൻ, ഡോക്ടർ P മോഹനചന്ദ്രൻ നായർ, കേരള സർവകലാശാല ഡെമോഗ്രാഫി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ, ഡോക്ടർ മനോജ് ചങ്ങാട്ട്, ഫ്യൂച്ചർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ്, കേരള സർവകലാശാല ഫ്യൂച്ചർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ, ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ B രാജേന്ദ്രൻ, ഗ്ലോബൽ ലേബർ യൂണിവേഴ്സിറ്റി ഇക്കണോമിസ്റ്റ് ശ്രീ തോമസ് ഫ്രാങ്കോ, കേരള സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ സജാദ് ഇബ്രാഹിം, PMD അസോസിയേറ്റ് പ്രൊഫസർ അനിൽ PG തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ സർവേ സംഘടിപ്പിച്ചത്. 10 മുതൽ 17 വരെ, ഈ മാസം 10 മുതൽ 17 വരെയുള്ള 7 ദിവസങ്ങളിലായിട്ടാണ് സർവേ സംഘടിപ്പിക്കപ്പെട്ടത്. 1400 വോട്ടർമാരിൽ നിന്നുമാണ് അഭിപ്രായം സ്വീകരിക്കപ്പെട്ടത്. വിവിധ വിഷയങ്ങൾ വോട്ടർമാരിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ അഭിപ്രായം സ്വീകരിച്ച് ഈ സർവേ പൂർത്തിയാക്കിയത് എന്ന വസ്തുത കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം, MP-യുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ സർവേ ഫലം പുറത്ത് വിട്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നും, അതായത് ഗ്രാമീണ മേഖലയിൽ നിന്നും പട്ടണ പ്രദേശത്തു നിന്നും തുല്യമായി ആളുകളെ സർവേയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ പ്രായത്തിൽ ഉള്ളവരെയും ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവിധ മേഖലകളുടെ ഒരു സമന്വയം ഈ സർവേയിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് വിവിധ വശങ്ങൾ ഉൾപ്പെടുന്ന, അതായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ശബരിമല വിഷയം, അതോടൊപ്പം ഓക്കിയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനം, സാമൂഹിക സുരക്ഷ, വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ കൂടി ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ LDFന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മുൻതൂക്കം ലഭിക്കും വ്യക്തമായ മുൻതൂക്കം ലഭിക്കും എന്ന് ഈ സർവേ ഫലത്തിലൂടെ പുറത്തു വരുന്നത്. 34.8% പേർ LDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്നാണ് സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 32.3% NDAയ്ക്കും 31% UDFനുമാണ് അനുകൂലമായി സർവേ ഫലം പറയുന്നു. അതനുസരിച്ച് UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.9% പേർ പ്രതികരിക്കുന്നില്ല എന്നും അഭിപ്രായം രേഖപ്പെടുത്തി എന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹിക സുരക്ഷ, വികസന പ്രവർത്തനം, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയവയിൽ സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചത് എന്നാണ് രേഖപ്പെടുത്തിയത്.
അതോടൊപ്പം ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കില്ല എന്നാണ് ഭൂരിപക്ഷം പേരും സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ 59.8% NDA വോട്ടർമാർ ശബരിമല തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. വികസനം വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നാണ് 38% പേർ രേഖപ്പെടുത്തിയത് എന്നും ഈ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ MP-യുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ MP-യുടെ പ്രവർത്തനം മോശമാണ് എന്നാണ് ഏതാണ്ട് ഭൂരിപക്ഷം പേരും, അതായത് 70% വരുന്ന ആളുകളും സർവേയിൽ പങ്കെടുത്ത 70% ആളുകളും വിലയിരുത്തിയത്. അതായത് വിവിധ വിഷയങ്ങളാണ് MP-യെ സംബന്ധിച്ചുള്ള വിലയിരുത്തുന്നതിന് വേണ്ടി ആധാരമായി നൽകിയത്. അതിലൊന്ന് ഹൈക്കോടതി ബെഞ്ചിന്റെ ആവശ്യമായിരുന്നു, മറ്റൊന്ന് വിമാനത്താവള സ്വകാര്യവൽക്കരണം, മറ്റൊന്ന് ഓഖി ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട MP-യുടെ പ്രവർത്തനം, പൊതുവിലുള്ള MP-യുടെ പ്രവർത്തനം. ഈ വിലയിരുത്തലിൽ 36.5% പേർ ശരാശരി എന്നും 33.3% പേർ എന്തായാലും വ്യക്തമാണ്, വികസനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ഘടകമാകുക എന്നാണ് IMDR സർവേ ഫലത്തിൽ വന്നിരിക്കുന്നത്. LDF-ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ മുൻതൂക്കം ഉണ്ടാകും എന്നുള്ള സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് KG ദിനകർ.